കെ കൊച്ച് എന്ന കൊച്ചേട്ടൻ, അദ്ദേഹത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമാണ്. കാരണം നമുക്കറിയാം, 70കളുടെ ഒരു കാലഘട്ടത്തിൽ തുടങ്ങി കേരളത്തെ ഇളക്കിമറിച്ച ഒരു രാഷ്ട്രീയ ഘടനയും അതുപോലെ തന്നെ പുതിയ സാമൂഹ്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഘടനയിലേക്ക് ഉള്ളൊരു മാറ്റം, 70കളിലെ ചുവന്ന യുവത്വം എന്ന് നമ്മൾ വിളിക്കുന്ന ആളുകൾ, ആ യുവത്വമാണ് 90കളിലെത്തിയപ്പോൾ യഥാർത്ഥത്തിൽ പുതിയ രാഷ്ട്രീയങ്ങൾക്കൊക്കെ വഴിവെച്ചത്. അതിൽ നിർണായകമായ പങ്കുവഹിച്ച ഒരാളാണ് കൊച്ചേട്ടൻ. കാരണം കേരളം മറച്ചുവെച്ച ഒരുപാട് രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ, സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ പുറത്തു കൊണ്ടുവന്ന ഒരു തലമുറയാണ് കൊച്ചേട്ടൻ്റേത്. കാരണം ഇപ്പോൾ കേരള വികസന മാതൃക തുടങ്ങിയ സങ്കല്പങ്ങൾ, എങ്ങനെ കേരള വികസന മാതൃക പൂർണ്ണമാകാതിരിക്കുന്നു, അതിലെ പഴുതുകൾ എന്താണ്, എവിടെയാണ് അതിന് തകർച്ച സംഭവിച്ചിട്ടുള്ളത്, എവിടെയാണ് അതിൽ അസമത്വമുള്ളത്, അതിൻ്റെ ജാതീയമായ സാമൂഹികമായ ഘടനയിൽ എവിടെയൊക്കെ പിഴവുകളുണ്ട് എന്ന് കണ്ടെത്തിയ ആളാണ് കൊച്ചേട്ടൻ. ആ കൊച്ചേട്ടൻ്റെ തലമുറ അതാണ്. പിന്നീട് ഒരു 2000 മുതൽ നമ്മൾ കാണുന്ന ഒരു ദളിത് അല്ലെങ്കിൽ സ്ത്രീപക്ഷ, പരിസ്ഥിതിപക്ഷ അത്തരം രാഷ്ട്രീയങ്ങളെ അതിൻ്റെ ഒരു ബീജാവാപം ചെയ്ത ആൾ എന്ന് വേണമെങ്കിൽ നമുക്ക് കൊച്ചേട്ടനെ അർത്ഥത്തിൽ വിലയിരുത്താം. കാരണം അതിന് അടിത്തറയിട്ട് പിന്നീടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, പിന്നീട് വരുമ്പോൾ സാമൂഹ്യ ഘടന തന്നെ മാറുന്നു, അന്നത്തെ വിശകലന രീതികൾ മാറുന്നു. ഇപ്പോൾ 70കളിലെ ഒരു സാമൂഹ്യ വിശകലന രീതി, അതിലൊരു മാർക്സിസ്റ്റ് സ്വാധീനം വളരെ പ്രകടമായിരുന്നു. എന്നാൽ 90കൾക്ക് ശേഷം ആ സ്വാധീനം വളരെ കുറയുകയും ലോകമാകെ തന്നെ മാർക്സിസ്റ്റ് വിശകലനം ആ രീതിയിൽ സ്വീകരിക്കപ്പെടാത്തൊരവസ്ഥ വരികയും പുതിയ തോതിലുള്ള ഉത്തരാധുനികം എന്നോ ഒരുപക്ഷെ പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് എന്നോ പറയാവുന്ന രീതിയിൽ സാമൂഹ്യ രാഷ്ട്രീയ വിശകലനം നടത്തുന്നൊരവസ്ഥയിലേക്ക് വന്നു. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ സ്ത്രീ ആയാലും ദളിതായാലും ആദിവാസിയായാലും സ്വത്വ രാഷ്ട്രീയം എന്ന് നമ്മൾ പറയുന്ന സംഗതികൾ, മറ്റ് രാഷ്ട്രീയ സംഗതികളായാലും ലിംഗപരമായ പ്രശ്നങ്ങളായാലും പരിസ്ഥിതി തുടങ്ങിയ വിഷയങ്ങളായാലും ഒരു വലിയ ബൃഹദാഖ്യാനത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഇതിനെ കാണുന്ന ആ മാർക്സിസ്റ്റ് വിശകലന രീതിയിൽ നിന്നും മാറി ഇതൊക്കെ അതിൻ്റേതായ വ്യക്തിത്വങ്ങൾ പുറപ്പെടുവിക്കുക. അപ്പോൾ കൊച്ചേട്ടൻ്റെ ചരിത്രം നമ്മളെടുത്ത് കൊച്ചേട്ടനെ ഒരു ചരിത്രകാരനായിട്ട് നമുക്ക് കാണാം. കാരണം കൊച്ചേട്ടൻ്റെ ചരിത്രം തന്നെ ഒരു ചരിത്രമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഒരു ചരിത്രകാരനായിട്ട് കാണാം, ഒരു വിശകലന വിദഗ്ധനായിട്ട് കാണാം, ഒരു ആക്ടിവിസ്റ്റായിട്ട് കാണാം. അതിലൊക്കെ പുറമെ നല്ലൊരു പ്രഭാഷകനാണ് കൊച്ചേട്ടൻ. ഈ രീതികളിലൊക്കെ കൊച്ചേട്ടൻ മുന്നോട്ട് വെച്ച ചില മാതൃകകളുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് അഭിപ്രായ വ്യത്യാസമുണ്ടാവാം, പക്ഷേ ജനാധിപത്യപരമായൊരു സംവാദത്തിൻ്റെ തലം എന്നും കൊച്ചേട്ടൻ നിലനിർത്തിയിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ആ അർത്ഥത്തിൽ വരുന്ന ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഈ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ ഒരടിത്തറ, ഒരുപക്ഷെ അടിത്തറയെ നിഷേധിക്കുന്ന തരത്തിലായിരിക്കും വരും കാലത്തുണ്ടാവുക. ഞാൻ അല്ലാന്ന് പറയുന്നില്ല. കാരണം ഇപ്പോൾ 90കളിലും 2000ത്തിലും ആദ്യവും വരെയുള്ള ഒരു സാമൂഹ്യ വിശകലന രീതിയിൽ നിന്ന് ഇന്ന് നമ്മൾ മാറിയിരിക്കുന്നു. പക്ഷെ അതുകൊണ്ട് അത് അപ്രസക്തമാവുന്നില്ല. കാരണം അതിൻ്റെ മേലെയാണ് ഇത് പടുത്തുയർത്തിയിട്ടുള്ളത്. അത് കേരളത്തിന് വലിയ സംഭാവന നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.